നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ജൂൺ മാസം 5-ാം തീയതി വ്യാഴാഴ്ച ദിവസമാണ്. 12 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമാണ് നാളെ. അപ്പോൾ ഈ പറയാൻ പോകുന്ന 12 നക്ഷത്രക്കാരും നാളത്തെ ദിവസം അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാനെ മനമൊഴുകി പ്രാർത്ഥിക്കുന്നതും ഗണപതി ഹോമം ഭഗവാന് കഴിപ്പിക്കുന്നതുമൊക്കെ വളരെയധികം മാറ്റം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. സാമ്പത്തികമായി വളരെയധികം അപ്രതീക്ഷിത നേട്ടങ്ങളൊക്കെ ലഭിക്കാൻ പോകുന്നുണ്ട് ഈ 12 നക്ഷത്രക്കാർക്ക്. നിലവിലുള്ള പല പ്രശ്നങ്ങളും പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. വിനായകനെ പ്രാർത്ഥിക്കുന്നതിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ്. തുടർ പഠനത്തിന് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്ന ആളുകളാണെങ്കിൽ അതിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്ന സമയമാണ്. ചില സഹായഹസ്തങ്ങൾ നിങ്ങൾക്ക് നീണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് തെളിയാൻ പോകുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിന് വളരെ വലിയ ഒരു മാറ്റം നാളെ മുതൽ തുടങ്ങാൻ പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ, ഏത് കാര്യവും കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാനൊന്ന് ശ്രമിക്കുക. ആ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ദൈവാധീനം ധാരാളമുള്ള സമയമാണ്. പ്രാർത്ഥനകൾ വീണ്ടും നിങ്ങളുടെ ദൈവാധീനത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഓരോ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ, ഒരു എക്സാമിനാകട്ടെ, അല്ലെങ്കിൽ ഒരു വിവാഹ കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ, ഒരു പെണ്ണ് കാണൽ ചടങ്ങിനാകട്ടെ, ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഞാൻ പോകുന്ന കാര്യം പൂർണ്ണമാക്കി തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാനെ മനസ്സിൽ സ്മരിക്കുക. അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങൾക്ക് എന്ത് വിഘ്നവും ഉള്ളത് ഭഗവാൻ മാറ്റിത്തരും. വിഘ്നങ്ങൾ വരികയില്ല എന്നതാണ് അതിൻ്റെ പൂർണ്ണമായി പറയാനുള്ളത്. അപ്പോൾ നല്ലൊരു സമയമാണ് 12 നക്ഷത്രക്കാർക്ക് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായി പറഞ്ഞ നാളത്തെ ദിവസം ഈ പറയാൻ പോകുന്ന 12 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല വിധേനയുള്ള നേട്ടങ്ങളും വന്നു ഭവിക്കുന്നതാണ്. അപ്പോൾ ആ 12 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. മകയിരം, തിരുവാതിര, പുണർ നക്ഷത്രക്കാർക്ക് മനസ്സിനിണങ്ങിയ പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ നാളത്തെ ദിവസം സാധിക്കും. മനസ്സിനിണങ്ങിയ ചില ആളുകളെ കണ്ടെത്താനും, അല്ലെങ്കിൽ മനസ്സിനിണങ്ങിയ ഒരുപാട് നാളുകൾക്ക് ശേഷം ചില ആളുകളുമായി വീണ്ടും സൗഹൃദം പുനഃസ്ഥാപിക്കാനൊക്കെ നാളത്തെ ദിവസം സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷത്തെ കൂടി പ്രദാനം ചെയ്യുന്നതാണ്. ചില ആളുകളുമായുള്ള പിണക്കങ്ങളൊക്കെ മാറാനും നാളത്തെ ദിവസം മുതൽ സാധ്യമാകുന്നതാണ്. ധനകാര്യം, അതായത് ധനം കൈകാര്യം ചെയ്യുമ്പോൾ നഷ്ടങ്ങൾ വരാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. ധനത്തിൻ്റെ കാര്യങ്ങൾ മറ്റൊരാളുമായി ചർച്ച ചെയ്യാനോ, നമ്മുടെ കയ്യിൽ ഇത്ര ധനമുണ്ട്, എൻ്റെ ബാങ്കിൽ ഇത്ര ബാലൻസ് ഉണ്ട് എന്നുള്ള ഒരു വിധേന കാര്യങ്ങളും മറ്റാരുമായും പങ്കുവയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രവർത്തനപരമായിട്ട്, അതായത് നിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങളുടെ ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു വിപുലീകരണത്തിൻ്റെ, ഒരു പൊളിച്ചുപണിയുടെ, അതായത് അഴിച്ചുപണി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുക, അങ്ങനെ ഒരു സമയമാണ്. ഇതുവരെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന രീതിയിൽ നിന്നൊരു വ്യതിചലനത്തിൻ്റെ, ഒരു മാറ്റത്തിൻ്റെ ഒരു സമയം നാളെ മുതൽ തുടങ്ങാൻ പോകുന്നുണ്ട്. മനസ്സിന് സന്തോഷം വന്നു ചേരുന്നതായ ഒരുപാട് കാര്യങ്ങൾക്ക് നാളെ മുതലുള്ള സമയം തുടക്കമാകാൻ പോകുന്നു. നിങ്ങളുടെ ഈ ഒരു വിഷമസന്ധികൾ എല്ലാം മാറുകയാണ്. മനസ്സിന് സന്തോഷമുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ നാളെ മുതൽ വന്നു ചേരുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥരുമായി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ രമ്യതയിലാക്കാനും, ആ സ്ട്രെസ്സ് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ആ ടെൻഷനുകളൊക്കെ മാറാനുമുള്ള ഒരു സാധ്യത ഈ സമയം, അതായത് നാളെ മുതലുള്ള സമയം വന്നു ചേരുന്നതാണ്. അതേപോലെ സംസാര കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കുക. പരുഷമായിട്ടുള്ള സംസാരങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക. നമ്മൾ പറയുന്ന ചില വാക്കുകൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ വേദനകൾ നൽകാനുള്ള സാധ്യത, അതായത് പറഞ്ഞ വാക്കുകളൊന്നും തിരിച്ചെടുക്കാൻ നമ്മൾക്ക് സാധിക്കില്ല എന്നൊരു ബോധം മനസ്സിൽ വയ്ക്കുക. അതുകൊണ്ട് ആരുമായി, പ്രത്യേകിച്ച് അച്ഛനമ്മമാരുമായി, മുതിർന്നവരോട് ആരോടും തന്നെ പരുഷമായിട്ടുള്ള സംസാര വർഷങ്ങൾ ചൊരിയാതിരിക്കുക. അത് പിന്നീട് ശാപവാക്കുകളായി അല്ലെങ്കിൽ ശാപങ്ങളായി നമ്മൾക്ക് തലയ്ക്ക് മുകളിൽ തന്നെ നിൽക്കുകയും നമ്മളിലേക്ക് ഗുണാനുഭവങ്ങൾ എത്തുന്നതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇനിയെങ്കിലും മറ്റുള്ളവരുമായി ദേഷ്യപ്പെടുന്ന രീതിയിലുള്ള സംസാരങ്ങൾക്കൊന്നും പോകാതിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ് ധാരാളമായി അത് ഗുണം ചെയ്യുന്നത്. മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് കലാകായിക മേഖല രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ, അംഗീകാരം, ആദരവ്, കയ്യടിയൊക്കെ ലഭിക്കാനുള്ള സമയമായിട്ട് വരികയാണ്. നമ്മൾ പറയാറുണ്ട് നല്ല കലാകാരനാണ്, പക്ഷേ അവർക്ക് അംഗീകാരം ലഭിക്കുന്നില്ല എന്ന്. അങ്ങനെ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അംഗീകാരത്തിൻ്റെ സമയം തുടങ്ങുകയാണ്. ധൈര്യം വന്നു ചേരുന്നതാണ്. ആത്മധൈര്യത്തോടെ ഏത് കാര്യത്തിനെയും നേരിടാനുള്ള
ഒരു മനക്കട്ടി ഭഗവാൻ തന്നെ നിങ്ങൾക്ക് നൽകുന്ന സമയമാണ്. പ്രശംസ, അംഗീകാരം, ആദരവൊക്കെ പിടിച്ചു പറ്റാനായി നാളെ മുതലുള്ള സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ സമൂഹത്തിന് കാഴ്ചവെച്ച പല കാര്യങ്ങളും അംഗീകരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇനിയുള്ള സമയം അതിനൊക്കെ അംഗീകാരം, അതായത് നാളെ മുതലുള്ള സമയം അതിനൊക്കെ അംഗീകാരം വന്നു ചേരുന്നതാണ്. മാതാവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാതൃ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് സഹായവും സ്നേഹവും ഒക്കെ വന്നു ചേരാനുള്ള ഒരു സമയവും നാളെ മുതൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം മാതാവുമായോ അല്ലെങ്കിൽ മാതൃ ഗുരുസ്ഥാനീയരുമായോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെയൊക്കെ മാറ്റി രമ്യതയിലാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വളരെ നേട്ടത്തിൻ്റെയും ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഭാഗ്യത്തിൻ്റെയൊക്കെ കടന്നുവരവ് നാളെ മുതൽ തുടങ്ങുകയാണ്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്കും വിശേഷമായ ചില കാര്യങ്ങളൊക്കെ ലഭിക്കാൻ, അതായത് ആഭരണങ്ങളാകാം, വസ്ത്രങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും വന്നു ചേരാനും ലഭിക്കാനുമൊക്കെ ഉള്ള ഒരു സാധ്യത നാളെ മുതൽ തുടങ്ങുന്നുണ്ട്. വിദ്യാർത്ഥികൾ നാളത്തെ ദിവസം ഏതെങ്കിലും മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം വിജയം കൊയ്യാൻ സാധിക്കുന്ന സമയമാണ്. വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന ആളുകൾക്കും നാളെ വളരെയധികം പ്രാധാന്യപ്പെട്ട ദിവസമാണ്. ചില ഓഫറുകൾ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നതിന് അനുയോജ്യമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും നിങ്ങളിലേക്ക് എത്താനൊക്കെ ഉള്ളൊരു സാധ്യത, ഒരുപാട് നാളെ നിങ്ങൾ കാത്തിരിക്കുന്ന പല ഗുഡ് ന്യൂസുകളും നിങ്ങളെ തേടി എത്തുന്ന ദിവസം കൂടിയാണ് നാളെ. അതായത് നിങ്ങളെക്കാൾ പ്രായമുള്ള ആളുകളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും പോകാതിരിക്കുക. കാരണം മുന്നേയും തന്നെ പറഞ്ഞത് ഈ ഒരു സമയം ഈ 12 നക്ഷത്രക്കാരും മുതിർന്ന ആളുകളുമായി ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പോകാതിരിക്കുന്നത് വളരെയധികം അത്യാവശ്യമാണ്. ശാപങ്ങൾ നമ്മൾ പറയാറുണ്ട്, മുതിർന്നവർ വാക്കുകൾ കൊണ്ടോ മറ്റും മുതിർന്നവരെ അവർക്ക് വേദന നൽകുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശാപം തലയ്ക്കുമീതെ നിൽക്കുമെന്നത് ഒരു കണക്കിനല്ല, അത് വളരെയധികം സത്യമായ ഒരു കാര്യമാണ്. ഇന്നത്തെ തലമുറ ആരും അത്ര ശ്രദ്ധിക്കുന്നതുമില്ല. എങ്കിലും നിങ്ങളോട് പറയുകയാണ്, ഈ 12 നക്ഷത്രക്കാരായ ആളുകൾ നാളെ മുതലുള്ള സമയം മുതിർന്നവരെ വളരെയധികം ബഹുമാനിച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് നേട്ടമായി മാറുന്നതാണ്. അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായുള്ള ചിന്തകൾ മനസ്സിനെ ആകെ വലയ്ക്കുന്ന തരത്തിലുള്ള അനാവശ്യ ചിന്തകളിലേക്കും കൊണ്ടുപോകാതിരിക്കുക. മനസ്സിനെ നല്ല സമയം തുടങ്ങുകയാണ്. ഇനി അനാവശ്യമായി ചിന്തിച്ചിരിക്കേണ്ടതോ അല്ലെങ്കിൽ സമയം കളയേണ്ടതായ ഒരു കാലമല്ല വരാൻ പോകുന്നത്. വളരെ മാറ്റത്തിൻ്റെ ഒരു സമയം തന്നെയാണ് നാളെ മുതൽ നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നത്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കൃത്യമായി ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ നാളെ മുതലുള്ള സമയം സാധിക്കുന്നതാണ്. സംസാര കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. കുടുംബത്തിൽ നിലനിൽക്കുന്ന ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന പല കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ മാറാനുള്ള സമയം കൂടി നാളെ മുതൽ തുടങ്ങുന്നുണ്ട്. സന്താന ലബ്ധിക്കായി ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫലവത്താവുന്നതാണ്. ചില ചികിത്സകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാകും, അതൊക്കെ ഫലവത്താകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന സമയം കൂടിയാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. തടസ്സങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, അതിനുള്ള മാറ്റം ആയിട്ട് തന്നെയാണ് ആദ്യം പറഞ്ഞത്. ഗണപതി ക്ഷേത്ര ദർശനം, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഗണപതി ഹോമം വഴിപാട് സമർപ്പിക്കുക എന്നത് ചില മുന്നേ ഉള്ള കാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ അല്ലെങ്കിൽ ചില സുഹൃത്ത് ബന്ധങ്ങൾ ഇതൊക്കെ തിരികെ വന്നു ചേരാനും അവരിൽ നിന്ന് സ്നേഹങ്ങൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് ചില സഹായങ്ങൾ അവരിൽ നിന്ന് ചില അഡ്വൈസുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും നാളെ മുതലുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്നു. അപ്പോൾ അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റമാകുന്നതാണ്. അതായത് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഈ ഒരു വിഷമസന്ധിയിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലുമൊക്കെ ചില സഹായങ്ങൾ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അനിവാര്യമാണ്. അപ്പോൾ അത് ദൈവമായിട്ട് തന്നെ ചില സുഹൃത്തുക്കൾ മുഖേന അല്ലെങ്കിൽ ഒരുപാട് നാളുകൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ചില ആളുകൾ പോലും തിരിച്ചു വരാനും അതുവഴിയും സ്നേഹവും നിങ്ങൾക്ക് ഒരു ജീവിതത്തിൽ ഒരു ഉയർച്ച ഒക്കെ ഉണ്ടാകാനുള്ള സമയം കൂടി നാളെ മുതൽ തുടങ്ങുന്നുണ്ട്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തെ അവരുടെ ഉപരിപഠനം എങ്ങനെയാവണം, തുടർ പഠനം എങ്ങനെയാവണം എന്നൊക്കെ ഉള്ള ടെൻഷനും കൂടി നിങ്ങളെ ഇപ്പോൾ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. അതൊക്കെ മാറാൻ പോകുന്ന സമയം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത്. ഇതിനൊക്കെയുള്ള പരിഹാരമായിട്ട് തന്നെയാണ് പറഞ്ഞത് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, ഗണപതി ഹോമം നടത്തുക. നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും, അതായത് ടെൻഷൻ കൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്നതാണ്. വളരെ നല്ല സമയം തന്നെയാണ് വരാൻ പോകുന്നത്. അനാവശ്യമായി ആരുമായി വാക്ക് തർക്കത്തിന് പോകാതിരിക്കുക എന്നൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയിക്കൊള്ളൂ. വളരെ നല്ല സമയമാണ് തുടങ്ങാൻ പോകുന്നത്.